ഹലോ നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും ലിച്ചാർസിലേക്ക് സ്വാഗതം. ജെൻഡർ സ്കൂൾ സൊസൈറ്റി എന്നുള്ള സബ്ജക്റ്റിലത്തെ 3rd യൂണിറ്റ് ആയിട്ടുള്ള ജെൻഡർ ആൻഡ് സ്കൂൾ കരിക്കുലം എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ 2 യൂണിറ്റുകൾ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. അപ്പോൾ കണ്ടിട്ടില്ലാത്തത് തീർച്ചയായിട്ടും നമ്മൾ പ്ലേലിസ്റ്റിൽ കയറിയിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ബിഫോർ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്ന് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇതിനകത്ത് ഷോർട്ട് നോട്ട്സ് ആയിട്ട് എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനം എന്നത് മനസ്സിലാക്കുക. ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം. റെപ്രസെൻറ്റേഷൻ ഓഫ് ജെൻഡർ റോൾസ് ഇൻ സ്കൂൾ ടെക്സ്റ്റ് ബുക്സ് ആൻഡ് കരിക്കുല. അപ്പോൾ സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകളിലും കരിക്കുലത്തിലുമൊക്കെ എങ്ങനെയാണ് ജെൻഡർ റോളുകളെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഈ ഒരു ടോപ്പിക്കിനെ തന്നെ നമുക്ക് ഓരോ ടേംസിനെയും എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാട്ടോ. എന്താണ് ജെൻഡർ റോൾ? ജെൻഡർ റോളൊന്നും ഞാൻ ഈ ഒരു BEd പഠിക്കുന്ന നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ഒരാവശ്യമില്ല. കാരണം ഓരോ ജെൻഡറിനും സ്ത്രീകൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെയാണ്, പുരുഷന്മാർ ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് സമൂഹം കൽപ്പിച്ച് തന്നിട്ടുള്ള കുറച്ച് റോളുകളെയാണ് നമ്മൾ ജെൻഡർ റോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊക്കെ നമുക്കറിയാം. നിങ്ങൾക്ക് ഇനി സ്ഥലം എന്താ പറയുക തീരുന്നില്ല, എഴുതി എത്തുന്നില്ല, അല്ലെങ്കിൽ എഴുതിയിട്ട് സ്പേസ് തീരുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് സ്ട്രാറ്റജികൾ നമുക്ക് എന്താ പറയുക വർക്കൗട്ട് ചെയ്യാം കേട്ടോ. ഓരോ ടേംസിനെയും എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊക്കെ നമുക്ക് എന്താണ് ജെൻഡർ റോൾസ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. പിന്നെ സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് അതേപോലെ കരിക്കുലം എന്താണെന്ന് പറഞ്ഞിട്ട് എഴുതാം. അങ്ങനെ പല പല ടേംസിനൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആക്കി എഴുതാം. അതൊന്നും അങ്ങനെയൊന്നും ഞാൻ വലിച്ചു നീട്ടുന്നില്ല. സ്ട്രൈറ്റ് ടു ദ പോയിന്റ് ആയിട്ട് മാത്രമേ കാര്യങ്ങൾ ഞാൻ പറയുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്തരത്തിൽ സ്കൂൾ പാഠപുസ്തകത്തിലും കരിക്കുലത്തിലൊക്കെ എങ്ങനെയാണ് ജെൻഡറിനെ അല്ലെങ്കിൽ ജെൻഡർ റോളുകളെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നുള്ളൂ. അപ്പോൾ അത് മാത്രമാണ് നമ്മളിവിടെ പറയാൻ പോകുന്നുള്ളൂ. ജെൻഡർ റോൾസ് ഇൻ സ്കൂൾ ടെക്സ്റ്റ് ബുക്സ് ആൻഡ് കരിക്കുല ഹാവ് ബീൻ ഫൗണ്ട് ടു പെർപെച്വേറ്റ് സ്റ്റീരിയോടൈപ്സ് ആൻഡ് ബയാസസ് ഇൻഫ്ലുവൻസിങ് സ്റ്റുഡൻസ് പെർസെപ്ഷൻസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ടുവേർഡ് ജെൻഡർ റോൾസ്. ടെക്സ്റ്റ് ബുക്കിലാണെങ്കിലും കരിക്കുലത്തിലാണെങ്കിലും അതിലൊക്കെയും നമ്മൾ കാണുന്ന ജെൻഡർ ബയസുകൾ അല്ലെങ്കിൽ ജെൻഡർ സ്റ്റീരിയോടൈപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം സമൂഹം നമുക്ക് കൽപ്പിച്ച് തരുന്ന ഓരോ കാര്യങ്ങൾ, അതായത് ഓരോ ചിന്താഗതിയാണ് അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളാണ്. സ്ത്രീകൾ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടവരാണ്, പുരുഷന്മാർ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടവരാണ് എന്നുള്ള ഒരു ധാരണേനെയാണ് നമ്മൾ ഈ സ്റ്റീരിയോടൈപ്പ് ബയാസ് എന്നതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും കുട്ടികളുടെ കാഴ്ചപ്പാടുകളെ അവരുടെ ആറ്റിറ്റ്യൂഡിനെയൊക്കെ ബാധിക്കുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ലിറ്ററേച്ചർ പഠിക്കുന്ന സമയത്താണെങ്കിലും എന്തിലാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഒരു കഥ കുട്ടികൾക്ക് പഠിക്കാനുണ്ടെങ്കിൽ അതിലകത്ത് ഹൗസ് വൈഫ് എന്നോ അല്ലെങ്കിൽ വീട്ടിലത്തെ ജോലികൾ ചെയ്യുന്ന ആളെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിലകത്ത് സ്ത്രീ കഥാപാത്രമായിരിക്കും, അമ്മ റോളായിരിക്കും. അതിനുശേഷം പുറത്തു പോയി ജോലി ചെയ്ത് എന്താ പറയുക പൈസയും കൊണ്ട് വരുന്ന അല്ലെങ്കിൽ കുടുംബം നോക്കുന്ന ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് പുരുഷ കഥാപാത്രമായിരിക്കും. അങ്ങനത്തെ എന്താ പറയുക രീതിയിൽ തന്നെയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളൊക്കെ വരാറുള്ളത്. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ കരിക്കുലത്തിൽ കുറച്ച് എന്താ പറയുക ഫിസിക്കൽ ആയിട്ടുള്ള ടാസ്കുകളെല്ലാം വരുന്ന സമയത്ത് അത് ആൺകുട്ടികൾക്ക് കൊടുക്കുന്നു. അതേപോലെ കുറച്ചും കൂടെ സിമ്പിളായിട്ടുള്ള നമ്മളിപ്പോൾ ഡെക്കറേഷനോ അങ്ങനത്തെ അല്ലെങ്കിൽ ആർട്സ്, ഡാൻസ്, മ്യൂസിക് അങ്ങനത്തെ കാര്യങ്ങളിലോട്ടൊക്കെ പെൺകുട്ടികളെ ടീച്ചേഴ്സ് ആണെങ്കിലും ഒക്കെ സപ്പോർട്ട് ചെയ്ത് വിടുന്ന കാണാം. സ്പോർട്സിലേക്ക് മെയിനായിട്ടും ആൺകുട്ടികളെ സപ്പോർട്ട് ചെയ്ത് വിടുന്ന കാണാം. അപ്പോൾ അങ്ങനത്തെ കുറേ എന്താ പറയുക കാര്യങ്ങൾ നമ്മൾ കരിക്കുലത്തിൽ ആ ഒരു ചിന്താഗതി അല്ലെങ്കിൽ ജെൻഡർ ബയസുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന വളരെ കുറച്ച് പോയിന്റ്സ് മാത്രമല്ല അതിനകത്ത് എഴുതാൻ പറ്റുള്ളൂ. ഞാൻ ഈ എക്സ്ട്രാ പോയിന്റ്സ് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തു നിന്നും ഞാൻ ഈ പറയുന്ന ഈ ഒരു സ്ലൈഡുകളുടെ പുറത്തേക്ക് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റണം. നമ്മുടെ ഡെയിലി ലൈഫ് നമ്മൾ പഠിച്ച് വളർന്ന കാലഘട്ടം, നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന കാലഘട്ടം, നമ്മുടെ കുട്ടികൾ അവരൊക്കെ ആലോചിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സൊസൈറ്റിയിലത്തെ എലമെൻറ്റ്സ് എടുത്തിട്ട് വേണം നമ്മൾ ഇതിനകത്തോട്ട് എഴുതാനായിട്ട് കേട്ടോ. ഞാൻ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ആ പോയിന്റ്സ് അത്രയും ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾ വൈഡാക്കിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും പറഞ്ഞത് കേട്ടോ. നമുക്ക് നമ്മുടെ എന്താ പറയുക ടോപ്പിക്കിലോട്ട് പോകാം. അപ്പോൾ അതിനകത്ത് മെയിനായിട്ടും എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് നമ്മുടെ ഈ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ജെൻഡർ റോളുകളെ കുറിച്ച് ടെക്സ്റ്റ് ബുക്കിലും കരിക്കുലത്തിലും പറയുന്നതിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്? ഫസ്റ്റ് മെയിൽ ഡോമിനൻസ് ആണല്ലേ, പുരുഷ മേധാവിത്വം അല്ലെങ്കിൽ പുരുഷനാണ് ഏറ്റവും ഡോമിനേറ്റ് ചെയ്യുന്ന വിഭാഗം എന്നുള്ള ഒരു ചിന്താഗതി. ടെക്സ്റ്റ് ബുക്സ് ഓഫൺ ഡെപ്പിക്ട് മെൻ ഇൻ ലീഡർഷിപ്പ് ഓർ ടെക്നിക്കൽ റോൾസ് വൈൽ വിമൻ ആർ ഷോൺ ആൻഡ് സപ്പോർട്ടീവ് ഓർ ഡൊമസ്റ്റിക് റോൾ. ടെക്സ്റ്റ് ബുക്കുകൾ അധികവും നമ്മൾ എന്ത് കാണും, ലീഡറായിട്ട് നിൽക്കുന്ന എപ്പോഴും പുരുഷനായിരിക്കും, അല്ലെങ്കിൽ ടെക്നിക്കലായിട്ടുള്ള റോളുകൾ ചെയ്യുന്ന പുരുഷന്മാരായിരിക്കും. അതേസമയം സ്ത്രീകൾ എന്ന് പറയുന്നത് അവരെ സപ്പോർട്ട് ചെയ്ത് ഡൊമസ്റ്റിക് ആയിട്ടുള്ള വീട്ടിലെ കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്ന കഥാപാത്രങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നെ എന്താണ് ലിമിറ്റഡ് റെപ്രസെൻറ്റേഷൻ. തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു എന്താ പറയുക ഏതൊരു കഥയായാലും ഒന്നും വേണ്ട, നമ്മൾ സിനിമകളെ കേസ് തന്നെ എടുത്ത് ഞാൻ വേറെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ സെയിം കാര്യം. ഒരു സിനിമയുടെ കേസ്, ആ സിനിമ ആരുടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിലെ പുരുഷ കഥാപാത്രത്തിന് നടൻ്റെ പേര്, നായിക നടൻ്റെ പേരെ നമ്മൾ പറയുള്ളൂ അല്ലേ. സ്ത്രീകളുടെ എന്താ പറയുക നായിക അതാണ് എന്നെടുത്ത് പറയും. പക്ഷേ ഒരു സിനിമ ആരുടെയാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആ സിനിമ വിറ്റുപോകുന്നതായിക്കോട്ടെ, അത് പ്രചരിപ്പിക്കപ്പെടുന്നതായിക്കോട്ടെ, അതൊക്കെയും അതിലെ നായക നടൻ്റെ പേരിൽ തന്നെ ആയിരിക്കും. അതിനൊക്കെ വളരെ കുറച്ച് എക്സാമ്പിളുകളെ നമുക്ക് നായിക നടിമാരുടെ പേരിൽ എന്താ പറയുക പുറത്തോട്ട് എത്തിയിട്ടുള്ള സിനിമകളുടെ പേരുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് തന്നെയാണ് ടെക്സ്റ്റ് ബുക്കിൻ്റെ കാര്യത്തിൽ വരുന്നത്. വളരെ കുറച്ച് റെപ്രസെൻറ്റേഷൻ മാത്രമേയാണ് സ്ത്രീകളുടെ
എന്നുള്ള കേസിൽ നമ്മൾ കാണുന്നത് സ്ത്രീകളുടെ പ്രാതിനിധ്യം വളരെ കുറവാണ് എന്നാണ് പറയുന്നത്. ജെൻഡർ ബയസ് ഇൻ ഇല്ലസ്ട്രേഷൻ. Visual elements in textbooks contribute to the reinforcement of gender stereotypes, shaping students' views on career possibilities. അതേപോലെ തന്നെ ചിത്രങ്ങൾ കൊടുക്കുന്ന സമയത്ത് അതിലും സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ അവരുടേതായ ഒരു എന്താ പറയുക, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഇരുന്ന് കളിക്കുന്ന എന്താ പറയുക ഒരു ചിത്രമാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെൺകുട്ടിയുടെ കയ്യിൽ ഒരു പാവക്കുട്ടിയോ അല്ലെങ്കിൽ കിച്ചൺ സെറ്റോ ഉണ്ടായിരിക്കും. ആൺകുട്ടിയുടെ കയ്യിലാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക തോക്കോ അങ്ങനത്തെ സംഭവങ്ങൾ അല്ലെങ്കിൽ വാഹനങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ എന്താണ് ജെൻഡർ ബയസുകളാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നുള്ളത് ഓർക്കുക. Traditional roles. Textbooks frequently associate certain activities with specific genders, such as depicting boys in sports and girls in domestic roles. ആൺകുട്ടികളെ സ്പോർട്സിൻ്റെ മേഖലകളിൽ പ്രതിനിധീകരിക്കുന്നതും അതേപോലെ തന്നെ ഡൊമസ്റ്റിക് റോളുകളിലോട്ട് പെൺകുട്ടികളെ കാണിക്കുന്ന രീതിയിലൊക്കെയാണ് ടെക്സ്റ്റ് ബുക്കിലൊക്കെ നമ്മൾ ട്രഡീഷണലി നമ്മൾ കാണാറുള്ളത് എന്നാണ് പറയുന്നത്. അതേസമയം ഈ സാധനത്തിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയാണ് കുട്ടികളിൽ വരുന്നത്? ഷേപ്പിംഗ് പെർസെപ്ഷൻസ്. കുട്ടികളുടെ ഒരു കാഴ്ചപ്പാട് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. ചെറുപ്പം മുതലേ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം നീ ഇങ്ങനെയാണ്. പെൺകുട്ടികൾ ലൈറ്റ് കളേഴ്സ്, പിങ്ക്, നമ്മൾ എപ്പോഴും പറയും പിങ്ക് ബ്ലൂ ബൈനറി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. നമുക്ക് അറിയാവുന്നതായിരിക്കും. പിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഗേൾസിനുള്ളതാണ്, വളരെ ലൈറ്റ് ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള കളർ. അതേസമയം ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഷെയ്ഡുകളുള്ള ബ്ലൂ പോലത്തെ ഡാർക്ക് ആയിട്ടുള്ള കളറുകൾ നമ്മൾ ആൺകുട്ടികളെ റെപ്രസെൻറ്റ് ചെയ്ത് ഇതൊക്കെ നമ്മൾ കുട്ടികളിൽ ഇൻജെക്ട് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളാണ്. അവരെന്ത് ഇഷ്ടപ്പെടണം, എന്ത് ധരിക്കണം, എന്തായിരിക്കണം അവരുടെ ടേസ്റ്റ് എന്നൊക്കെ നമ്മൾ സമൂഹമാണ് അവരെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. അപ്പം അത്തരത്തിൽ കാഴ്ചപ്പാടുകൾ ഷേപ്പ് ചെയ്തെടുക്കാൻ ഇത്തരത്തിലുള്ള എക്സാമ്പിളുകൾ കാരണമാകുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്സ് ഇൻഫ്ലുവൻസ് സ്റ്റുഡൻസ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ജെൻഡർ റോൾസ്, പൊട്ടൻഷ്യലി ലിമിറ്റിംഗ് ദെയർ കരിയർ ആസ്പിറേഷൻസ് ആൻഡ് സെൽഫ് എസ്റ്റീം. ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ അവരുടെ കരിയറിനെ കുറിച്ച് പറയണം, നഴ്സിംഗ്, ടീച്ചിങ്, അങ്ങനെ എപ്പോഴും നമ്മൾ എന്താ പറയുക കെയർ ചെയ്യുന്ന തരത്തിലുള്ള ജോലികളിലേക്ക് അവളെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനത്തെ ജോലികളിലോട്ട് നമ്മൾ അവളെ എന്ത് ചെയ്യാൻ തള്ളി വിടുകയാണ് ചെയ്യുന്നത്. ഒരുപാട് പുരുഷന്മാർ പോകുന്ന ആൺകുട്ടികൾ പോകുന്ന മറ്റ് ഫീൽഡുകളിലേക്ക് എല്ലാം നിനക്കും പോകാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് അവിടെ എന്ത് കിട്ടും? ഒരുപാട് കരിയർ ഓപ്ഷൻസ് കിട്ടും. ഒരുപാട് മേഖലകളിലേക്ക് അവരുടെ സെൽഫ് എസ്റ്റീം വളർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ എന്താണ് റീഇൻഫോഴ്സിങ് സ്റ്റീരിയോടൈപ്പ്. ഇത്തരത്തിലുള്ള സ്റ്റീരിയോടൈപ്പുകൾ അവരുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ ഇത്തരത്തിലുള്ള ആശയങ്ങൾ കൊണ്ടുവരുന്നതുകൊണ്ട് സംഭവിക്കുന്നത്. ബയസ്ഡ് റെപ്രസെൻറ്റേഷൻസ് ക്യാൻ റിസൾട്ട് ഇൻ ഫീമെയിൽ സ്റ്റുഡൻസ് ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഇൻ ടേക്കിംഗ് ലീഡർഷിപ്പ് റോൾസ് ഓർ പെർസ്യൂയിങ് കരിയേഴ്സ് ഇൻ മെയിൽ ഡോമിനേറ്റഡ് ഫീൽഡ്സ്. അപ്പോൾ നമ്മളൊരു ക്ലാസ് ലീഡറെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അവിടെ ഒരു ആൺകുട്ടിയെ തിരഞ്ഞെടുക്കുന്നതിൽ കൂടെ അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക ഇത്തരത്തിൽ എല്ലാ കേസുകളിലും ലീഡർഷിപ്പ് വരുന്ന കാര്യമാണെങ്കിലൊക്കെ അവിടേക്കും ഈ പെൺകുട്ടികളെ ആൺകുട്ടികളെ തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ പെൺകുട്ടികളുടെ കോൺഫിഡൻസ് ആണ് അവിടെ നഷ്ടപ്പെടുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഇമ്പാക്റ്റുകളൊക്കെ ഇത് കുട്ടികളിൽ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു പിക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഇപ്പോൾ റീസെൻ്റ്ലി മാറിയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് കേരളത്തിലെ ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുള്ള പിക്ചറാണല്ലോ. ആ ഒരു മെയിൽ സ്റ്റീരിയോ ടൈപ്പിന് അല്ലെങ്കിൽ ആ ഒരു ബയസിനെയൊക്കെ തിരുത്തി എഴുതിക്കൊണ്ട് വന്നിട്ടുള്ള ഒരു ചിത്രമാണ്. നമ്മൾ ന്യൂസുകളിലൊക്കെ ഒരുപാട് വന്നിട്ടുള്ളൊരു കാര്യമാണല്ലേ. അതിനകത്ത് നമുക്ക് എന്ത് കാണാം? ഒരു പിക്ചറിനകത്ത് നമുക്ക് കാണാം അവിടെ അച്ഛനാണ് എന്ത് ചെയ്യുന്നത്, അവിടെ അടുക്കളയിൽ സഹായിക്കുന്ന രണ്ട് പിക്ചറുകളിലും നമുക്ക് ആ ഒരു സൈഡിൽ അച്ഛൻ തേങ്ങ ചിരകുന്നത് കാണാം, മറ്റേ സൈഡിൽ അച്ഛൻ കുക്ക് ചെയ്യുന്നത് കാണാം അല്ലേ. അതേപോലെ ആ കുട്ടിയുടെ ഫസ്റ്റ് പിക്ചറിൽ കാണുന്ന ആൺകുട്ടിയുടെ കയ്യിൽ നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു എനിക്ക് തോന്നുന്നത് അതൊരു ഡോളാണ്, ഒരു ബൊമ്മ പോലത്തെ ഒരു സംഭവമാണ്. നമ്മുടെയൊക്കെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് ആൺകുട്ടികൾക്കുള്ള കാര്യമല്ല അല്ലേ. ടെഡി പോലത്തെ സാധനങ്ങളൊന്നും ആൺകുട്ടികൾ യൂസ് ചെയ്യില്ല, അതൊക്കെ പെൺകുട്ടികളുടെ സാധനമാണ്. അപ്പോൾ അത്തരത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു അടുക്കള എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മാത്രമുള്ളതാണ് എന്നുള്ള ഒരു പരമ്പരാഗതമായ ചിന്താഗതിയെ തിരുത്തി കുറിച്ചുകൊണ്ടുള്ള ചിത്രമാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ആ ഒരു അടുക്കള ആയിക്കോട്ടെ വേറെ എന്ത് ജോലി ആയിക്കോട്ടെ അതെല്ലാം സ്ത്രീയും പുരുഷനും ഒന്നിച്ച് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ രണ്ടുപേരും ഈക്വലി പാർട്ട്ണർഷിപ്പ് കൊടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളും ആശയങ്ങളുമാണ് നമ്മൾ പാഠപുസ്തകങ്ങളിലും കരിക്കുലത്തിലും ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ നിങ്ങൾ അറിയാവുന്ന കാര്യമായിരിക്കും, ജസ്റ്റ് ഞാനൊന്ന് മെൻഷൻ ചെയ്തതാണ്. പിന്നെ അടുത്ത ടോപ്പിക്ക് വരുന്നത് റോൾ ഓഫ് സ്കൂൾസ് ഇൻ നർച്ചറിങ് യങ് പീപ്പിൾ ആസ് മെസ്കുലൈൻ ആൻഡ് ഫെമിനൈൻ സെൽസ്. മെസ്കുലൈൻ അല്ലെങ്കിൽ ഫെമിനൈൻ സെൽസ് ആയിട്ടൊക്കെ കുട്ടികളെ വാർത്തെടുക്കുന്ന അല്ലെങ്കിൽ നർച്ചർ ചെയ്തെടുക്കുന്നതിൽ സ്കൂളുകളുടെ റോൾ. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇതിലെ ഒരുവിധം എല്ലാ ടോപ്പിക്കുകളും സെയിം ആണ് കേട്ടോ. നിങ്ങൾക്ക് തോന്നും ഇതന്നെയല്ല അപ്പുറത്തും പറഞ്ഞതെന്ന് തോന്നും. അത്തരത്തിലുള്ള ടോപ്പിക്കുകൾ തന്നെയാണ്. അപ്പം അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ ഞാൻ ഓടിച്ചു വിടാം. നിങ്ങൾക്ക് സ്ലൈഡ് വായിക്കുകയോ എഴുതിയെടുക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. Schools play a significant role in shaping how young people understand and express their masculine and feminine selves, influencing their perceptions of gender roles and identities. സ്കൂളിന് നല്ലൊരു റോൾ തന്നെ ഉണ്ടല്ലോ അവരുടെ ജെൻഡർ റോൾ അല്ലെങ്കിൽ അവരുടെ ഐഡൻറ്റിറ്റി ഒക്കെ ബിൽഡ് ചെയ്തെടുക്കുന്നതിൽ. ദിസ് ഒക്കേഴ്സ് ത്രൂ ദ കരിക്കുലം, സോഷ്യൽ ഇൻറ്ററാക്ഷൻസ് ആൻഡ് ദ ഓവറോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ കൾച്ചർ. അപ്പോൾ ഇത് എന്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും? കരിക്കുലത്തിലായിക്കോട്ടെ, സോഷ്യൽ ഇൻറ്ററാക്ഷനിലായിക്കോട്ടെ, മൊത്തത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ തന്നെ ഒരു കൾച്ചറുമായിട്ടൊക്കെ റിലേഷൻ ഉള്ളതാണ് ഈ പറയുന്ന മെസ്കുലൻ അല്ലെങ്കിൽ
ഫെമിനൈൻ സെൽസ് എന്ന് പറയുന്നത് കുട്ടികളുടെ ഉള്ളിൽ ബിൽഡ് ചെയ്തെടുക്കുന്ന അവരുടെ ജെൻഡർ റോളുകൾ. ബൈ ഫോസ്റ്ററിങ് എ ജെൻഡർ റെസ്പോൺസീവ് എൻവയൺമെന്റ്, സ്കൂൾസ് ക്യാൻ പ്രൊമോട്ട് ഇൻക്ലൂസിവിറ്റി, ചാലഞ്ച് സ്റ്റീരിയോടൈപ്സ് ആൻഡ് എംപവർ സ്റ്റുഡൻസ് ടു എംബ്രേസ് ദെയർ ഒത്തന്റിക് സെൽസ്. അപ്പോൾ ഇത്തരത്തിൽ കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കപ്പെടാതെ അവരെ നേർവഴിക്ക് നടത്തുക, അല്ലെങ്കിൽ ഇത്തരത്തിൽ ആ ഒരു എന്താ പറയുക ബയസുകളിൽ നിന്നും അവരെയൊക്കെ മാറ്റി നിർത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഇൻക്ലൂസിവിറ്റിക്ക് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാം, അതായത് എല്ലാവരെയും എല്ലാത്തിലോട്ടും ഇൻക്ലൂഡ് ചെയ്യിക്കുക. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള സ്റ്റീരിയോ ടൈപ്പുകളെ നമുക്ക് ചാലഞ്ച് ചെയ്യാം. അതേപോലെ തന്നെ കുട്ടികളെ തന്നെ അവരുടെ സെൽഫ് എന്താണോ അവരെ സ്വയം എങ്ങനെയാണോ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അത് അതേപോലെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ, ആ രീതിക്ക് അവരെ എംപവർ ചെയ്യിക്കാനൊക്കെ സഹായിക്കുന്ന രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് മെയിനായിട്ട് വരുന്ന കുറച്ച് ഫാക്ടേഴ്സ് നോക്കാം. ഫസ്റ്റ് എന്താണ്? ടീച്ചർ ഇൻട്രാക്ഷൻ ആണ്. ടീച്ചർ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു കുട്ടിയുടെ ലൈഫിൽ മേ ബി പാരൻസിനേക്കാൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ചിലപ്പോൾ ടീച്ചറായിരിക്കും, കാണുന്നത് ചിലപ്പോൾ ടീച്ചറായിരിക്കും അല്ലേ. അപ്പോൾ ടീച്ചർ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ടീച്ചേഴ്സ് മേ അൺഇൻറ്റൻഷനലി റീഇൻഫോഴ്സ് ട്രഡീഷണൽ ജെൻഡർ സ്റ്റീരിയോടൈപ്സ് ത്രൂ their interactions with the students, such as praising boys for their strength and girls for their appearance. ടീച്ചേഴ്സ് തന്നെ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളിലും ഈ അറിഞ്ഞോ അറിയാതെയോ അവരുടെ വായിൽ നിന്ന് എന്ത് വരും, ആൺകുട്ടികളെ ഒരു രീതിക്ക് ആൺകുട്ടികളുടേതായ രീതിക്ക് അവരെ നോക്കിക്കാണുന്ന പെൺകുട്ടികളുടേതായ രീതിക്ക് രണ്ടുപേരും സെപ്പറേറ്റ് ആയ രീതിയിൽ വീക്ഷിക്കുന്ന ഒരു രീതി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ ഫോർ എക്സാമ്പിൾ ആയിട്ടാണ് പറയുന്നത് ആൺകുട്ടികളെ അവരുടെ സ്ട്രെങ്ത്തിൻ്റെ പേരിൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ പെൺകുട്ടികളെ അവരുടെ അപ്പിയറൻസ് അല്ലെങ്കിൽ അവരുടെ ഭംഗി, അവരുടെ അടക്കം ഒതുക്കം. നമ്മളിപ്പോൾ നല്ല കുട്ടിയെന്ന് നമ്മൾ പെൺകുട്ടിയെ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു അടക്കം ഒതുക്കമുള്ള കുട്ടിയെന്ന് നമ്മൾ പറയില്ലേ. കുറച്ച് വൈബ്രൻ്റായി കുറച്ച് ആക്റ്റീവായിട്ട് നടക്കുന്ന ഒരു കുട്ടി നമ്മൾ അടക്കവും ഒതുക്കം എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം അത്തരത്തിൽ രണ്ടുപേരെയും ഒരു നല്ലത് എന്നുള്ളൊരു മേഖലയിലേക്ക് എത്തിച്ച് പറയണമെങ്കിൽ രണ്ടിൻ്റെയും അളവുകോലെന്ന് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. അപ്പോൾ ആ രീതിക്ക് ഒരിക്കലും ഒരു ടീച്ചർ സംസാരിക്കാനായിട്ട് പാടില്ല. കരിക്കുലം മെറ്റീരിയൽസ്. എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ് ഓഫൻ റിഫ്ലക്ട് സൊസൈറ്റൽ ജെൻഡർ ബയസസ് പോർട്രേയിങ് മെൻ ആൻഡ് വിമൻ ഇൻ സ്റ്റീരിയോടൈപ്പിക്കൽ റോൾസ്. അതേപോലെ കരിക്കുലത്തിൽ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ കാര്യം തന്നെ കരിക്കുലം മെറ്റീരിയൽസ് ഇത്തരത്തിലുള്ള സ്റ്റീരിയോടൈപ്സ് വരുമ്പോൾ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ പിയർ ഇൻട്രാക്ഷൻ. സ്റ്റുഡൻസ് ലേൺ ഫ്രം ദെയർ പിയേഴ്സ് ആൻഡ് മേ അഡോപ്റ്റ് ഓർ ചാലഞ്ച് ജെൻഡർ നോംസ് ബേസ്ഡ് ഓൺ ദെയർ സോഷ്യൽ എൻവയൺമെൻറ്റ്. കുട്ടികളിൽ നിന്ന് തന്നെ ഇപ്പോൾ നമ്മുടെ കുട്ടികളുടെ കൂടെ പഠിക്കുന്ന മറ്റു കുട്ടികളിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള ജെൻഡർ സ്റ്റീരിയോടൈപ്പുകൾ സ്ഥിരം കേൾക്കുകയാണെങ്കിൽ അവരും വിചാരിക്കാം ശരി അവൻ അങ്ങനെ പറയുന്നതിനെ തീർച്ചയാണ് ആ പെൺകുട്ടികൾ ഭയങ്കര വീക്കായിരിക്കും അല്ലേ, ആൺകുട്ടികൾ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അങ്ങനെ മറ്റുള്ള കുട്ടികളിൽ നിന്ന് കിട്ടുന്ന ഇംപ്രഷനും കുട്ടികളിൽ വലിയൊരു അല്ലെങ്കിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ സ്കൂൾ പോളിസീസ് ആൻഡ് പ്രാക്ടീസസ് ക്യാൻ എയ്തർ സപ്പോർട്ട് ഓർ ഹിൻഡർ ജെൻഡർ ഈക്വാലിറ്റി, ഇൻഫ്ലുവൻസിങ് സ്റ്റുഡൻസ് പെർസെപ്ഷൻസ് ഓഫ് ജെൻഡർ റോൾസ്. കുട്ടികളുടെ ജെൻഡർ റോളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന തരത്തിൽ സ്കൂളിൻ്റെ പ്രാക്ടീസുകൾ, സ്കൂളിലെ നിയമങ്ങൾ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം നമുക്ക് ആ ഒരു രീതിക്ക് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഗ്രൗണ്ടിലാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നമുക്ക് കാണാൻ എപ്പോഴും ആൺകുട്ടികളാണ്, അവിടെ പെൺകുട്ടികളെ നമുക്ക് കാണാമെന്ന് പറഞ്ഞാൽ വളരെ ഒരു ഭാഗത്ത് ഒരു കോർണറിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ അല്ലേ. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ സ്പോർട്സിൻ്റെ കാര്യത്തിലായിക്കോട്ടെ ആർട്സിൻ്റെ കാര്യത്തിലായിക്കോട്ടെ ഒന്നും ഏതെങ്കിലും ഒരു ജെൻഡറിന് മാത്രമായിട്ട് ഭാഗിച്ച് നൽകേണ്ട ഒരു കാര്യമല്ല. രണ്ടിലും എല്ലാ വിഭാഗത്തിലുള്ള കുട്ടികളെയും ഒരുപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുന്ന തരത്തിലുള്ള പോളിസീസ് ആയിരിക്കണം സ്കൂളുകൾ മുന്നോട്ട് വയ്ക്കേണ്ടത്. അപ്പോൾ ഇതിന് ഇമ്പാക്റ്റ് എന്താണ് ഉണ്ടാവുന്ന കുട്ടികളുടെ ഷേപ്പിംഗ് ഐഡൻറ്റിറ്റി, അവരുടെ ഉള്ളിലുള്ള ഒരു ഐഡൻറ്റിറ്റി അവിടെ ഷേപ്പായി വരികയാണ് ചെയ്യുന്നത്. അതിപ്പോൾ നെഗറ്റീവ് ഇംപ്രഷനാണ് അവർക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ആ രീതിക്ക് അവരെ തന്നെ സ്വയം പറഞ്ഞ് പഠിപ്പിക്കും, എന്നെ കൊണ്ട് ഇത്രേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ജെൻഡർ എന്ന് പറയുന്നത് അങ്ങനെയാണ്, ഇവർ വിശ്വസിക്കുന്ന പോലെയാണ്. അത്തരത്തിലുള്ള ചിന്താഗതികൾ അവരുടെ ഉള്ളിൽ ഡെവലപ്പ് ആവും. പിന്നെ എന്താണ് ലിമിറ്റിംഗ് പൊട്ടൻഷ്യൽ. സ്വന്തം കഴിവ് തിരിച്ചറിയാണ്ട പോകും. ഇപ്പോൾ കായികമായിട്ട് ഇറങ്ങേണ്ടെന്ന ഒരു എന്താ പറയുക കാര്യങ്ങളിലേക്ക്, സ്പോർട്സ് പോലത്തെ കാര്യങ്ങളിലേക്കൊക്കെ പെൺകുട്ടികളെ നമ്മൾ ആൺകുട്ടികളുടെ മേഖലയാണെന്ന് പറഞ്ഞിരുത്തിയിട്ടുണ്ടെങ്കിൽ മേ ബി ആ ഫീൽഡിൽ എന്താ പറയുക ഇറങ്ങാൻ നല്ല കഴിവുള്ള കുട്ടികൾ, പൊട്ടൻഷ്യലുള്ള പെൺകുട്ടികൾ ഉണ്ടാകും. പക്ഷേ ആ പെൺകുട്ടികളുടെ ആ പൊട്ടൻഷ്യൽ അവിടെ എന്ത് ചെയ്യണം, ലിമിറ്റഡ് ആയി പോവുകയാണ്. അവരതവിടെ ഉള്ളിൽ തന്നെ വെക്കണം, എന്നെ കൊണ്ട് പറ്റില്ല എന്നൊരു തോന്നൽ അവരുടെ ഉള്ളിൽ വരികയാണ് ചെയ്യുന്നത്. പിന്നെ എന്താ ഇൻഫ്ലുവൻസിങ് റിലേഷൻഷിപ്സ്. ആ റിലേഷൻഷിപ്പുകളുടെ കാര്യത്തിൽ പോലും ആ ഒരു വ്യത്യാസം അവിടെ സംഭവിക്കുന്നുണ്ട്. ആൺകുട്ടികൾ അങ്ങനെ പെൺകുട്ടികൾ എങ്ങനെയെന്ന ചിന്താഗതി വരുമ്പോൾ തന്നെ അവിടെ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ വലിയ പ്രശ്നങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ അടുത്ത ടോപ്പിക്ക് ഇൻ്റഗ്രേഷൻ ഓഫ് ജെൻഡർ റോൾസ് ഇൻ സ്കൂൾസ് ആൻഡ് കരിക്കുലം. ജെൻഡർ റോൾസ് അതിൻ്റെ ഇൻ്റഗ്രേഷനാണ്, നമുക്ക് എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകാം സ്കൂളിലും കരിക്കുലത്തിലൊക്കെ നമുക്ക് എങ്ങനെ ഒന്നും കൂടെ ബെറ്റർ ആക്കി കൊണ്ടുപോകാം എന്നാണ് പറയുന്നത്. ടു പ്രൊമോട്ട് ജെൻഡർ ഇക്വാളിറ്റി ആൻഡ് ചാലഞ്ച് ട്രഡീഷണൽ സ്റ്റീരിയോടൈപ്സ്, സ്കൂൾസ് ക്യാൻ ഇൻ്റഗ്രേറ്റ് ജെൻഡർ റോൾസ് ഇൻ വേരിയസ് വേസ്. പലതരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം
ജെൻഡർ റോൾസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരാം. ഒന്നെന്താണ് കരിക്കുലമാണ്. ഈ ടോപ്പിക് തന്നെ കരിക്കുലം, ടീച്ചറുടെ റോൾ, ഇതൊക്കെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരും കേട്ടോ. അപ്പോൾ കരിക്കുലത്തിൽ എന്താണ് പറയുന്നത്? ഇൻക്ലൂസീവ് കണ്ടന്റ്. നമുക്ക് എന്ത് ചെയ്യാം? ഇൻകോർപ്പറേറ്റ് ഡൈവേഴ്സ് പെർസ്പെക്റ്റീവ്സ് ആൻഡ് എക്സ്പീരിയൻസസ് ഷോക്കേസിങ് വിമൻ ആൻഡ് മെൻ നോൺ ട്രഡീഷണൽ റോൾസ്. സ്ത്രീ പുരുഷന്മാർക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള റോളുകൾ കൊടുക്കാതെ നോൺ ട്രഡീഷണൽ ആയിട്ടുള്ള റോളുകൾ കൊടുത്തുകൊണ്ട് എല്ലാ തരത്തിലുള്ള പെർസ്പെക്റ്റീവ്സും കാഴ്ചപ്പാടുകളും എക്സ്പീരിയൻസുകളും ആഡ് ചെയ്തുകൊണ്ടുള്ള ഇൻക്ലൂസീവ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നമ്മൾ കരിക്കുലത്തിൽ കൊണ്ടുവരണം. പിന്നെ എന്താണ്? ജെൻഡർ ന്യൂട്രൽ ലാംഗ്വേജ് ആയിരിക്കണം നമ്മൾ കരിക്കുലത്തിൽ എപ്പോഴും യൂസ് ചെയ്യേണ്ടത്. യൂസ് ലാംഗ്വേജ് ദാറ്റ് അവോയ്ഡ്സ് റീഇൻഫോഴ്സിങ് സ്റ്റീരിയോടൈപ്സ് ആൻഡ് പ്രൊമോട്ട്സ് ഈക്വാലിറ്റി. അപ്പോൾ നമ്മൾ ചെയർമാൻ എന്നൊക്കെ പറയുന്ന ടേമുകളുണ്ട്, ഒരുപാട് ടേംസ് ഉണ്ട് കേട്ടോ. ഞാൻ എക്സാമ്പിൾ പറഞ്ഞു, നമുക്കറിയാം ചെയർമാൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചെയർപേഴ്സൺ എന്ന് പറയണം. ചെയർമാൻ എന്ന് പറഞ്ഞാൽ അതൊരു പുരുഷ മേധാവിത്വം അല്ലെങ്കിൽ ഒരു പുല്ലിംഗമായിട്ട് മാറാൻ ചെയർമാൻ എന്ന് പറയുമ്പോൾ. അതേസമയം ചെയർപേഴ്സൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ്? ജെൻഡർ ന്യൂട്രൽ ലാംഗ്വേജ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ഭാഷകൾ ആയിരിക്കണം കരിക്കുലത്തിൽ ആഡ് ചെയ്യപ്പെടേണ്ടത്. റെപ്രസെൻറ്റേഷൻ ഇൻക്ലൂഡ് സ്റ്റോറീസ് ആൻഡ് എക്സാമ്പിൾസ് ഓഫ് ഇൻഡിവിജ്വൽസ് ഹു ചാലഞ്ച് ട്രഡീഷണൽ ജെൻഡർ നോംസ്. ഇത്തരത്തിലുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ജെൻഡർ നോംസിനെയൊക്കെയും ചാലഞ്ച് ചെയ്ത് വന്നിട്ടുള്ള ആളുകളെ കുറിച്ച് അത്തരത്തിലുള്ള എക്സാമ്പിൾസ് നമ്മൾ മാക്സിമം കരിക്കുലത്തിൽ റെപ്രസെൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. പിന്നെ എന്താണ്? ടീച്ചിങ് പ്രാക്ടീസ്. ടീച്ചർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഈ ഒരു കരിക്കുലത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് പറയണം. അവോയ്ഡ് സ്റ്റീരിയോടൈപ്പുകൾ അവോയ്ഡ് ചെയ്യാം. എൻകറേജ് പാർട്ടിസിപ്പേഷൻ. എല്ലാ കുട്ടികളുടെയും പാർട്ടിസിപ്പേഷനെ എൻകറേജ് ചെയ്യാം. ഫോസ്റ്റർ ക്രിട്ടിക്കൽ തിങ്കിങ്. എല്ലാ കാര്യങ്ങളും ക്രിട്ടിക്കലി തിങ്ക് ചെയ്യാൻ വേണ്ടി, എന്ത് മറ്റുള്ളവർ പറഞ്ഞാൽ അത് അതേപടി വിഴുങ്ങല്ലാതെ തീർച്ചയായിട്ടും ഓരോ വിഷയത്തിനെയും ക്രിട്ടിക്കലി തിങ്ക് ചെയ്തിട്ട് എന്തുകൊണ്ട് അങ്ങനെ എന്ന് ചോദിക്കാനുള്ള ഒരു പ്രാപ്തി കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതൊക്കെ ടീച്ചറുടെ കഴിവാണ്. പിന്നെ എന്താണ്? സ്കൂൾ എൻവയോൺമെൻറ്റ്. സ്കൂളിനെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? പ്രൊമോട്ട് ഈക്വാളിറ്റി, ആ ഒരു തുല്യത എല്ലായിടത്തും ഉണ്ടാക്കാൻ സാധിക്കും. ചാലഞ്ച് ബയസസ്. ഇത്തരത്തിലുള്ള ബയസ്, ഇത് ഞാൻ ബാക്കിയുള്ള നിങ്ങൾ വായിച്ചു പോകണം കേട്ടോ. ഇത് ഞാൻ പറഞ്ഞു തന്നെ ആയതുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് നിങ്ങളെ ബോറടിപ്പിക്കാതിരിക്കാനാണ് മെയിൻ ഇത് മാത്രം പറഞ്ഞിട്ട് പോകുന്നത്. സപ്പോർട്ട് ഡൈവേഴ്സ് ഐഡൻറ്റിറ്റീസ്. പല തരത്തിലുള്ള ഐഡൻറ്റിറ്റിയുള്ള കുട്ടികൾ ഉണ്ടായിരിക്കും. അവരെയൊക്കെയും ഒരുപോലെ സപ്പോർട്ട് ചെയ്യണം. ഏതെങ്കിലും ഒരു വിഭാഗത്തിനെ മാത്രം സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവരെ കാര്യമാക്കാതിരിക്കുക. അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല. അടുത്ത ടോപ്പിക്ക് ജെൻഡർ ഇഷ്യൂസ് ഇൻ ഡൈവേഴ്സ് കൾച്ചറൽ കൺസ്ട്രെയിൻസ്. പല കൾച്ചറൽ കൺസ്ട്രെയിൻസ് അനുസരിച്ചിട്ട് വരാവുന്ന ജെൻഡർ ഇഷ്യൂസിനെ കുറിച്ചാണ് പറയുന്നത്. ജെൻഡർ ഇഷ്യൂസ് ക്യാൻ മാനിഫെസ്റ്റ് ഡിഫറെൻ്റ്ലി അക്രോസ് വേരിയസ് കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഫാക്ടേഴ്സ് സച്ച് ആസ് കൾച്ചറൽ നോംസ് ആൻഡ് വാല്യൂസ്. കൾച്ചറൽ നോംസും വാല്യൂസ് അനുസരിച്ചിട്ട് ഈ പറയുന്ന ജെൻഡർ ഇഷ്യൂസിൽ ചേഞ്ചസ് വരും. ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് ഹാവ് യൂണീക് നോംസ് ആൻഡ് വാല്യൂസ് ദാറ്റ് ഷേപ്പ് ജെൻഡർ റോൾസ് ആൻഡ് എക്സ്പെക്ടേഷൻസ്. ഓരോ കൾച്ചറുകളിലും ഓരോ സംസ്കാരത്തിലും ഈ പറയുന്ന ജെൻഡർ റോളുകൾ ഓരോ തരത്തിലാണ്. നമ്മുടെ കൾച്ചർ അനുസരിച്ച് ചെയ്യുന്ന രീതിയിൽ സ്ത്രീകളെയും പുരുഷന്മാരെയും കൺസിഡർ ചെയ്യുന്ന രീതിയിലായിരിക്കില്ല മറ്റൊരു കൾച്ചറിൽ ചിലപ്പോൾ കൺസിഡർ ചെയ്യുന്നത്. ചില സ്ഥലങ്ങളിൽ റെസ്ട്രിക്ഷൻസ് കൂടുതലായിരിക്കും, ചില സ്ഥലങ്ങളിൽ റെസ്ട്രിക്ഷൻസ് കുറവായിരിക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും എന്താണ്? ഡൈവേഴ്സിറ്റി നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ്. എക്കണോമിക് കണ്ടീഷൻസ്, എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ സ്റ്റേറ്റസ് ക്യാൻ ഇമ്പാക്ട് ജെൻഡർ ഡൈനാമിക്സ്. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള അല്ലെങ്കിൽ സാമൂഹികപരമായിട്ടുള്ള സ്റ്റേറ്റസ് ഒക്കെ എന്ത് ചെയ്യും? ഇത്തരത്തിലുള്ള ജെൻഡർ ഡൈനാമിക്സിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ എന്താണ്? റിലീജിയസ് ആൻഡ് ട്രഡീഷണൽ പ്രാക്ടീസസ് ക്യാൻ ഇൻഫ്ലുവൻസ് ജെൻഡർ റോൾസ് ആൻഡ് എക്സ്പെക്ടേഷൻസ്. മതപരമായിട്ടുള്ള അതേപോലെ തന്നെ പാരമ്പര്യം റിലേറ്റഡ് ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള പ്രാക്ടീസുകളൊക്കെ ഈ പറയുന്ന സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ എന്ന് പറയുന്ന രണ്ട് കോൺസെപ്റ്റുകളെയും രണ്ടായി കണ്ടുകൊണ്ട് രണ്ട് ഓപ്പോസിറ്റിൽ നിർത്തിക്കൊണ്ട് സംസാരിക്കുന്ന തരത്തിൽ രണ്ടുപേരെയും രണ്ട് റൂളുകൾ കൊണ്ടുവരുന്ന തരത്തിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ടീച്ചേഴ്സ് റോള്, ഇത് എന്താ പറയുക, മറ്റതിൻ്റെ കൂടെ തന്നെ ചേർത്ത് പറയാവുന്നതാണ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് പറയാവുന്നതാണ്. തൊട്ട് മുന്നേ പറഞ്ഞ കാര്യം തന്നെയാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ടീച്ചേഴ്സിന് എന്തൊക്കെ മെയിനായിട്ട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്? ചാലഞ്ചിങ് സ്റ്റീരിയോടൈപ്സ്. ഇത്തരത്തിലുള്ള സ്റ്റീരിയോടൈപ്സ് വരുന്ന സമയത്ത് അതിനെ ചാലഞ്ച് ചെയ്യണം, അതിൻ്റെ പിന്നാലെ പോവാതെ അതിനെ ചാലഞ്ച് ചെയ്യണം. പിന്നെ എന്താണ്? ക്രിയേറ്റിംഗ് എ സേഫ് എൻവയോൺമെൻറ്റ്. കുട്ടികൾക്ക് അവരവിടെ സേഫാണ്, അവർക്ക് ഇത്തരത്തിലുള്ള ജെൻഡർ ഇനീക്വാളിറ്റീസ് ഫേസ് ചെയ്യപ്പെടുന്നില്ല എന്നൊരു തോന്നൽ ഉണ്ടാക്കിയിട്ട് അവരെ തന്നെ അവിടെ സേഫ് ആക്കിയിട്ട് നിർത്തിക്കണം. പ്രൊമോട്ടിംഗ് ഡൈവേഴ്സ് പെർസ്പെക്റ്റീവ്സ്. പല തരത്തിലുള്ള പെർസ്പെക്റ്റീവ്സ് ഉണ്ടാവും, അതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊമോട്ട് ചെയ്യാണ് വേണ്ടത്. അല്ലാണ്ട് ഒരാൾ പറയുന്നത് തന്നെയാണ് ശരി എന്നുള്ള ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു പെർസ്പെക്റ്റീവ് മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാനായിട്ട് ഒരിക്കലും ശ്രമിക്കരുത്. എൻകറേജിങ് ക്രിട്ടിക്കൽ തിങ്കിങ്. നമുക്ക് തൊട്ട് മുന്നേ പറഞ്ഞ ടോപ്പിക്കാണ്. ക്രിട്ടിക്കൽ തിങ്കിങ് കുട്ടികളെ എൻകറേജ് ചെയ്തെടുക്കുക. ഡെവലപ്പിംഗ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഓപ്പോസിറ്റ് ജെൻഡേഴ്സ് ഇൻ സ്കൂളിൽ ഓപ്പോസിറ്റ് ജെൻഡറിനോട് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ അതെങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. Developing a positive attitude toward the opposite gender in schools is crucial for creating a healthy and inclusive learning environment. അത് വളരെ ഹെൽത്തി ആയിട്ടുള്ള എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്ത് ഒരുപോലെ കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്തായിരിക്കണം? ഒരു ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള കുട്ടികൾ ഒരേ ആ ഒരു സൗഹൃദ മനോഭാവത്തിൽ മുന്നോട്ട് പോകുക തന്നെ വേണം. അല്ലാതെ ആൺകുട്ടികൾ അങ്ങനെ പെൺകുട്ടികൾ ഇങ്ങനെ അവരോട് അങ്ങനെ സംസാരിക്കരുത്, ഇങ്ങനെ നിൽക്കരുത്, ഞങ്ങൾക്കുള്ള ജോലി ഇതാണ് അവർക്കുള്ള ജോലി ഇതാണ്, അങ്ങനെ രണ്ടും രണ്ടായി നിന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ഇറ്റ് ഇൻവോൾവ്സ് ഫോസ്റ്ററിംഗ് റെസ്പെക്ട്, അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് ഈക്വൽ ട്രീറ്റ്മെൻറ്റ് ഫോർ ഓൾ സ്റ്റുഡൻസ്
സ്റ്റുഡൻസ് റിഗാർഡ്ലെസ് ഓഫ് ദെയർ ജെൻഡർ. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും രണ്ടുപേർക്കും ഏത് ജെൻഡറിൽപ്പെട്ട കുട്ടിയാണെങ്കിലും അവർക്ക് അവിടെ റെസ്പെക്റ്റ് കൊടുക്കുക, അവരെ മനസ്സിലാക്കുക, അതേപോലെ തന്നെ ഈക്വൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അവർക്ക് കൊടുക്കുക. അതിൽ കൂടെ മാത്രം വേണം നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ദിസ് ക്യാൻ ബി അച്ചീവ്ഡ് ത്രൂ വേരിയസ് സ്ട്രാറ്റജീസ് ലൈക്ക് പ്രൊമോട്ടിംഗ് ജെൻഡർ ന്യൂട്രൽ ഇൻട്രാക്ഷൻസ്, ചാലഞ്ചിങ് സ്റ്റീരിയോടൈപ്സ് ആൻഡ് എൻകറേജിങ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. ഓപ്പൺ ആയിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതേപോലെ സ്റ്റീരിയോടൈപ്പുകളെ ചാലഞ്ച് ചെയ്യുക, ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ് നടത്തുക. ചില ടീച്ചേഴ്സിനാ മേ ബി ചിലപ്പോൾ ആൺകുട്ടികളോട് മാത്രം സംസാരിക്കുന്നവരായിരിക്കും, ചിലപ്പോൾ പെൺകുട്ടികളോട് മാത്രം സംസാരിക്കുന്നവരായിരിക്കും. ചിലർ എല്ലാ കാര്യങ്ങളും ഇനീഷ്യേറ്റീവ് എടുത്ത് ആൺകുട്ടികളെ മാത്രം ഏൽപ്പിക്കും, ചിലർ എല്ലാ കാര്യങ്ങളും പെൺകുട്ടികളെ മാത്രം ഏൽപ്പിക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യാതെ എല്ലാത്തിനും ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡുകൾ വേണം നമ്മൾ സ്വീകരിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാം? പ്രൊമോട്ട് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഇൻട്രാക്ഷൻസ്. എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റികൾ കൊടുക്കുക. പ്രൊവൈഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഓൾ സ്റ്റുഡൻസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ആക്ടിവിറ്റീസ്, സ്പോർട്സ് ആൻഡ് ലീഡർഷിപ്പ് റോൾസ്. എൻകറേജ് മിക്സഡ് ജെൻഡർ ഇൻട്രാക്ഷൻസ് ആൻഡ് കൊളാബറേഷൻ. ടീമാക്കുന്ന സമയത്താണ് നമ്മൾ മിക്സഡ് ആയിട്ട് ടീമാക്കുക, അല്ലാതെ ബോയ്സിൻ്റെ ടീം ഗേൾസിൻ്റെ ടീം അങ്ങനെ ആക്കാതെ മിക്സഡ് ആക്കിയിട്ട് അവരെ ആക്ടിവിറ്റീസിലും സ്പോർട്സിനും ലീഡർഷിപ്പ് വരുന്ന കാര്യങ്ങളിലും ഒക്കെ ഏൽപ്പിക്കുക. പിന്നെ എന്താണ്? ഫോസ്റ്റർ റെസ്പെക്ട് ആൻഡ് എംപതി. പരസ്പരം റെസ്പെക്ട് ചെയ്യാനും പരസ്പരം മറ്റുള്ളവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള എംപതിയും വരുന്ന തരത്തിൽ കുട്ടികളെ ആക്കിയെടുക്കുക. ടീച്ച് സ്റ്റുഡൻസ് ടു റെസ്പെക്ട് ആൻഡ് അപ്രീഷിയേറ്റ് ഡിഫറൻസസ്. എൻകറേജ് എംപതി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ടുവേർഡ്സ് ഇൻഡിവിജ്വൽസ് ഓഫ് ഓൾ ജെൻഡേഴ്സ്. ക്രിയേറ്റ് സപ്പോർട്ടീവ് എൻവയോൺമെൻറ്റ്. കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചുറ്റുപാട് ഉണ്ടാക്കിയെടുക്കുക. എസ്റ്റാബ്ലിഷ് എ സേഫ് ആൻഡ് ഇൻക്ലൂസീവ് എൻവയോൺമെൻറ്റ് വേർ സ്റ്റുഡൻസ് ഫീൽ കംഫർട്ടബിൾ എക്സ്പ്രസിങ് ദംസെൽസ്. അവർക്ക് അവരുടെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയ കംഫർട്ടായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കണം. അഡ്രസ് ബുള്ളിയിങ് ആൻഡ് ഹറാസ്മെൻറ്റ് പ്രോംപ്റ്റ്ലി. ഇത്തരത്തിലുള്ള എന്തെങ്കിലും പരസ്പരം കളിയാക്കലുകളോ ഹരാസ് ചെയ്യലോ അപമാനിക്കലൊക്കെ ഉണ്ടായിട്ടില്ലെങ്കിൽ അതിനെ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ വളരെ സ്ട്രിക്റ്റ് ആയ രീതിയിൽ തന്നെ അത് എതിർക്കുകയും അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യണം. എംപവർ സ്റ്റുഡൻസ് ടു സ്പീക്ക് അപ്പ്. അവർക്ക് സംസാരിക്കാൻ, മുന്നോട്ട് വന്ന് സംസാരിക്കാനുള്ള സിറ്റുവേഷൻസ് ഉണ്ടാക്കി കൊടുക്കണം. ടീച്ചർ റോൾ ആൻഡ് ട്രെയിനിങ് നമ്മൾ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ക്രിയേറ്റിംഗ് ആൻഡ് ഇൻക്ലൂസീവ് എൻവയോൺമെൻറ്റ് ഉണ്ടാക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഇൻകോർപ്പറേറ്റ് ഡൈവേഴ്സ് പെർസ്പെക്റ്റീവ്സ് ആൻഡ് എക്സ്പീരിയൻസസ് ഇൻ ടു ദ കരിക്കുലം. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്. പല കാഴ്ചപ്പാടുകൾ, പല എക്സ്പീരിയൻസുകളൊക്കെ അതിനകത്തോട്ട് ആഡ് ചെയ്യുക. അതേപോലെ തന്നെ ഇൻക്ലൂസീവ് ലാംഗ്വേജും മെറ്റീരിയൽസും യൂസ് ചെയ്യാം. പിന്നെ പാരൻ്റൽ ഇൻവോൾവ്മെൻ്റ് ആണ് പുതിയൊരു പോയിന്റ് അതിനകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. പാരൻ്റൽ ഇൻവോൾവ്മെൻ്റ് എന്താണ്? ഇതിനൊക്കെയും നമുക്ക് ആരുടെ സപ്പോർട്ട് കൂടെ വേണം? പാരൻസിൻ്റെ സപ്പോർട്ട് കൂടെ വേണം. നമ്മൾ ഇവിടെ നിന്ന് കുറേ ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു വിടുന്നു, വീട്ടിൽ പോകുമ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റാണ്. ഇത്തരത്തിലുള്ള ബയസുകളാണ് അവിടെ ഫോളോ ചെയ്യുന്നത്. അവിടെ ഒരേ വീട്ടിലെ ആൺകുട്ടീനും പെൺകുട്ടിയും രണ്ട് രീതിക്കാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് പറയുന്നതിന് വല്ല കാര്യമുണ്ടോ? ഇല്ല. കുട്ടികൾക്ക് ആകെ കൺഫ്യൂസ്ഡ് ആയി പോകും. അപ്പോൾ പാരൻസിനും ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് മസ്റ്റാണ്. എൻഗേജ് പാരൻസ് ഇൻ ഡിസ്കഷൻസ് ഓൺ ജെൻഡർ ഈക്വാളിറ്റി. ജെൻഡർ ഈക്വാളിറ്റിയെ കുറിച്ചുള്ള ഡിസ്കഷൻ നടത്തുന്ന സമയത്ത് കുട്ടികൾ മാത്രം പോരാ, അവരുടെ പാരൻസും വേണം. എൻകറേജ് പാരൻസ് ടു സപ്പോർട്ട് ഇൻക്ലൂസീവ് പ്രാക്ടീസസ് അറ്റ് ഹോം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർ എന്ത് ചെയ്യുള്ളൂ, സ്കൂളിൽ നിന്ന് കിട്ടുന്ന അതേ ഫോമിലുള്ള പ്രഷർ അല്ലെങ്കിൽ ആ രീതിക്കുള്ള എന്താ പറയുക പേഴ്സ്പെക്റ്റീവ് അവർക്ക് വീട്ടിൽ നിന്നും കിട്ടുള്ളൂ. അല്ലാതെ രണ്ടും രണ്ട് തരത്തിലാണെന്നുണ്ടെങ്കിൽ കുട്ടികളെ കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു മാറ്റവും ഉണ്ടാവാനായിട്ട് പോണില്ല. ഇനി ജെൻഡർ ബയസ് ഇൻ എഡ്യൂക്കേഷൻ. ഇത്ര തന്നെ പറഞ്ഞ കാര്യം തന്നെയാണ് കേട്ടോ. കരിക്കുലം കണ്ടൻറ്റിനകത്ത് നമുക്ക് എന്തൊക്കെ പറയാം? നമ്മൾ പലവട്ടം പറഞ്ഞതാണ്. ബയസ്ഡ് റെപ്രസെൻറ്റേഷൻസ് ഒക്കെ ഒഴിവാക്കുക. പിന്നെ എന്താണ്? ഡൈവേഴ്സ് പെർസ്പെക്റ്റീവ്സിനൊക്കെ ആഡ് ചെയ്യുക. അതൊക്കെ ലാക്കാണ്. അപ്പോൾ അതൊന്നും നമ്മൾ ഒഴിവാക്കാനായിട്ട് പാടില്ല. പിന്നെ എന്താണ്? അതായത് ഡൈവേഴ്സ് പെർസ്പെക്റ്റീവ്സ് ഒക്കെ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ എന്താണ്? ടീച്ചർ ഇൻട്രാക്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ ക്ലാസ് റൂം ഡൈനാമിക്സ്, അൺഈക്വൽ പാർട്ടിസിപ്പേഷൻ ഓപ്പർച്യൂണിറ്റീസ്, സ്റ്റീരിയോടിപ്പിക്കൽ റോൾസ് ആൻഡ് എക്സ്പെക്റ്റേഷൻസ്. അതായത് ക്ലാസ് റൂമിനകത്ത് എന്തൊക്കെ സംഭവിക്കുക? അൺഈക്വൽ പാർട്ടിസിപ്പേഷൻ ആയിരിക്കും. അതായത് എല്ലാ കാര്യങ്ങളിലും ഒരുപോലെ എല്ലാ കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ നമ്മൾ എടുക്കുക. അതേപോലെ തന്നെ എന്താണ്? ഓരോ കുട്ടികളിൽ നിന്നും അവരുടെ ജെൻഡർ അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുക. പിന്നെ സബ്ജക്റ്റ് ആൻഡ് കരിയർ ഗൈഡൻസ്, സ്റ്റിയറിംഗ് സ്റ്റുഡൻസ് ടുവേർഡ്സ് ട്രഡീഷണൽ ജെൻഡർ റോൾസ്. കുട്ടികളെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? അവരുടെ ട്രഡീഷണൽ ജെൻഡർ റോളിലോട്ടാണ് നമ്മൾ തിരിച്ചുവിടുക. ലിമിറ്റഡ് എൻകറേജ്മെൻറ്റ് ഫോർ നോൺ ട്രഡീഷണൽ കരിയർ പാത്സ്. നോൺ ട്രഡീഷണൽ ആയിട്ടുള്ള കരിയറിലോട്ട് നമ്മൾ മാക്സിമം എന്ത് ചെയ്യില്ല? കുട്ടികളെ പറഞ്ഞു വിടാനായിട്ട് ശ്രമിക്കില്ല. ഇനി വരുന്നത് വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് ഇതുവരെ പറഞ്ഞാലും വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്കാണ്. ടോപ്പിക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ, അതിൻ്റെ കോണ്ടൻറ്റൊക്കെ ഏകദേശം ഒരുപോലെ തന്നെ വരുന്നത് കേട്ടോ. പറയുന്ന രീതിയിലൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ്. ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ചാണ്. ട്രാൻസ്ജെൻഡർ പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെൻറ്റ് ആൻഡ് ലൈഫ് സ്കിൽസ്. അപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് അതിനൊന്നും ആവശ്യമില്ല, നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ. പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെൻറ്റ് ആൻഡ് ലൈഫ് സ്കിൽസ് ക്യാൻ സിഗ്നിഫിക്കൻ്റ്ലി ഇമ്പാക്ട് ദ വെൽ ബീയിങ് ആൻഡ് സക്സസ് ഓഫ് ട്രാൻസ്ജെൻഡർ ഇൻഡിവിജ്വൽസ്. ഹിയർ ആർ സം വേസ് ടു സപ്പോർട്ട് ദം. ഇത് ട്രാൻസ്ജെൻഡേഴ്സിനെ എങ്ങനെയൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം? അത് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും തൊഴിലിൻ്റെ കാര്യത്തിലാണെങ്കിലും ലൈഫ് സ്കില്ലുകളുടെ കാര്യത്തിലായിട്ടൊക്കെ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാമെന്നതാണ് ഇവിടെ പറയുന്നത്.
എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഇൻക്ലൂസീവ് പോളിസീസ് അവരെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന തരത്തിൽ ഇംപ്ലിമെൻറ്റ് പോളിസീസ് ദാറ്റ് സപ്പോർട്ട് ട്രാൻസ്ജെൻഡർ സ്റ്റുഡൻസ് സച്ച് ആസ് അലോവിങ് ദം ടു യൂസ് ദെയർ പ്രിഫേർഡ് നെയിം ആൻഡ് പ്രൊനൗൺസ്. അവരെ കറക്റ്റായിട്ട് അവരെ കൂടെ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള കുട്ടികളെ കൂടെ അക്കോമഡേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള പോളിസികൾ എടുക്കണം. ഈ സേഫ് ആൻഡ് സപ്പോർട്ടീവ് എൻവയൺമെൻറ്റ് ക്രിയേറ്റ് എ സേഫ് ആൻഡ് സപ്പോർട്ടീവ് എൻവയൺമെൻറ്റ് വെർ ട്രാൻസ്ജെൻഡർ സ്റ്റുഡൻസ് വിൽ കംഫർട്ടബിൾ ആൻഡ് വാല്യൂഡ്. അവർക്ക് അവരുടെ മൂല്യം നശിക്കാത്ത തരത്തിൽ അല്ലെങ്കിൽ അവർ കംഫർട്ടബിൾ ആവുന്ന തരത്തിലുള്ള അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കണം. ആക്സസ് ടു റിസോഴ്സസ് സ്രോതസ്സുകൾക്ക് അവിടെയുള്ള എല്ലാ റിസോഴ്സുകൾക്കും അവർക്ക് ഒരുപോലെ ആക്സസ് ചെയ്യാൻ പറ്റണം. പ്രൊവൈഡ് ആക്സസ് ടു റിസോഴ്സസ് ആൻഡ് സപ്പോർട്ട് സർവീസസ് സച്ച് ആസ് കൗൺസിലിംഗ് ആൻഡ് മെൻറ്റർഷിപ്പ് പ്രോഗ്രാംസ്. അവർക്ക് ആവശ്യമായ കൗൺസിലിംഗ് മെൻറ്റർഷിപ്പ് പ്രോഗ്രാമുകളൊക്കെ അവർക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കണം. ഇനി എംപ്ലോയ്മെൻറ്റിൻ്റെ ഫീൽഡ് വരുമ്പോഴോ inclusive hiring practices implement inclusive hiring practices that welcome and support transgender employees. എല്ലാവരെയും ട്രാൻസ്ജെൻഡർ ആയിട്ട് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ മറ്റുള്ളവരെ തന്നെ വെൽക്കം ചെയ്യുന്ന പോലെ തന്നെ ഇത്തരത്തിലുള്ള ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആളുകളെയും എന്ത് ചെയ്യണം? ഹയറിംഗ് പ്രാക്ടീസുകളിലോട്ട് കൊണ്ടുവരണം. സപ്പോർട്ടീവ് വർക്ക് എൻവയൺമെൻറ്റ് ക്രിയേറ്റ് എ സപ്പോർട്ടീവ് വർക്ക് എൻവയൺമെൻറ്റ് വെർ ട്രാൻസ്ജെൻഡർ എംപ്ലോയീസ് ഫീൽ വാല്യൂഡ് ആൻഡ് റെസ്പെക്റ്റഡ്. തൊട്ട് മുന്നേ പറഞ്ഞ സെയിം പോയിന്റ് തന്നെ, അത് സ്കൂളിലത്തെ കാര്യമാണ്, ഇത് ജോലി സ്ഥലത്തെ കാര്യമാണ്. ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് എല്ലാ കാര്യങ്ങളിലും ഒരേപോലെ ഓപ്പർച്യൂണിറ്റീസ് മറ്റുള്ളവർക്ക് കിട്ടുന്ന അതേപോലത്തെ സാധ്യതകൾ അവർക്ക് ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. പിന്നെ എന്താ ലൈഫ് സ്കില്ലിൻ്റെ മേഖലയാണ്. മെൻറ്റർഷിപ്പ് പ്രോഗ്രാംസ് കറക്റ്റായിട്ടുള്ള മെൻറ്ററിങ് അവർക്ക് കൊടുക്കണം. ഓഫർ മെൻറ്റർഷിപ്പ് പ്രോഗ്രാംസ് ദാറ്റ് പ്രൊവൈഡ് ഗൈഡൻസ് ആൻഡ് സപ്പോർട്ട്. അവർക്ക് സപ്പോർട്ടും ഗൈഡൻസും കിട്ടുന്ന തരത്തിൽ. ലൈഫ് സ്കിൽസ് ട്രെയിനിങ് പ്രൊവൈഡ് ട്രെയിനിങ് ഓൺ ലൈഫ് സ്കിൽസ് സച്ച് ആസ് കമ്മ്യൂണിക്കേഷൻ, പ്രോബ്ലം സോൾവിങ് ആൻഡ് സെൽഫ് അഡ്വക്കസി. എല്ലാ തരത്തിലുള്ള ലൈഫ് സ്കിൽസും ട്രെയിൻ ചെയ്തെടുക്കുക. അവർക്ക് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ളത്, പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടിയിട്ടുള്ള, സെൽഫ് അഡ്വക്കസിക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ നമ്മൾ ചെയ്യണം. പിന്നെ എന്താ ആക്സസ് ടു ഹെൽത്ത് കെയർ. ആരോഗ്യ മേഖലയിൽ എൻഷുർ ആക്സസ് ടു ഹെൽത്ത് കെയർ സർവീസസ് ദാറ്റ് മീറ്റ് ദ സ്പെസിഫിക് നീഡ്സ് ഓഫ് ട്രാൻസ്ജെൻഡർ ഇൻഡിവിജ്വൽസ്. ട്രാൻസ്ജെൻഡർ ഇൻഡിവിജ്വൽസിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നീഡ്സിന് വേണ്ടിയിട്ടുള്ള സർവീസുകൾ നമ്മളവിടെ കൊണ്ടുവരേണ്ടതുണ്ട്. പിന്നെ ഡെവലപ്പിംഗ് സ്കൂൾ കരിക്കുലം ഫോർ ജെൻഡർ ഈക്വാളിറ്റി എന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ പറഞ്ഞ പോയിന്റ് തന്നെ നമുക്ക് എഴുതാം. ഇതുവരെ ഒരുപാട് പോയിന്റ്സ് നമ്മൾ പറഞ്ഞു, അതൊക്കെ നമുക്ക് എഴുതാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് ഒത്തിരി കൊടുത്തിട്ടില്ല. ഫസ്റ്റ് പോയിന്റ് എന്താ? ഇൻക്ലൂസീവ് കണ്ടന്റ് ആണ്. അതിൽ നമുക്ക് കരിക്കുലം അങ്ങനത്തെ സംഭവങ്ങളെല്ലാം നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇൻക്ലൂസീവ് കണ്ടന്റ് ഇൻകോർപ്പറേറ്റ് ഡൈവേഴ്സ് പെർസ്പെക്റ്റീവ്സ് ആൻഡ് എക്സ്പീരിയൻസസ് ദാറ്റ് ചാലഞ്ച് ട്രഡീഷണൽ ജെൻഡർ സ്റ്റീരിയോടൈപ്സ്. ജെൻഡർ സ്റ്റീരിയോടൈപ്സിനെയൊക്കെ ചാലഞ്ച് ചെയ്യുന്ന തരത്തിലുള്ള ടോപ്പിക്കുകൾ, പെർസ്പെക്റ്റീവ്സ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യണം. പിന്നെ എന്താ? ക്രിട്ടിക്കൽ തിങ്കിങ് എൻകറേജ് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് അനാലിസിസ് ഓഫ് ജെൻഡർ റോൾസ് ആൻഡ് സ്റ്റീരിയോടൈപ്സ്. ഇതൊക്കെയും എലാബറേറ്റ് ചെയ്തിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ പറഞ്ഞതുകൊണ്ട് ഞാൻ വീണ്ടും ആഡ് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. പിന്നെ റെപ്രസെൻറ്റേഷൻ എൻഷുർ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡൈവേഴ്സ് ജെൻഡർ ഐഡൻറ്റിറ്റീസ് ആൻഡ് എക്സ്പീരിയൻസസ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റിനകത്ത് വരുന്നുള്ളൂ. അപ്പോൾ അടുത്ത യൂണിറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ഇതുവരെ കണ്ടിട്ടില്ല അഥവാ തീർച്ചയായിട്ടും ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോഴാണ് നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നമുക്ക് ടൈമിൽ തന്നെ കിട്ടുള്ളൂ കേട്ടോ. താങ്ക്